നാട്ടിൽ വളരെ പ്രചാരമായിട്ടുള്ള സപ്താഹം, മഹാരുദ്രം, അതിരുദ്രം, വിളക്ക് പൂജ എന്നിവ നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്നതായി തോന്നുന്നു. ആചാരത്തിലും കഥയിലും ഒതുങ്ങി നിൽക്കുന്നു. ഇതിന് സ്വാമിയുടെ ഒരു ഉപദേശം വളരെ ആവശ്യമാണ്. സപ്താഹം, മഹാരുദ്രം, അതിരുദ്രം, വിളക്ക് പൂജ ഒക്കെ വളരെ വളരെ നല്ലതാണ്. അതിൻ്റെയൊക്കെ ഗുണവശങ്ങളെ കണ്ട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. തീർച്ചയായിട്ടും അവ നാട്ടിൽ അത്യാവശ്യമാണ്. എന്നാൽ ശാസ്ത്രബോധമില്ലാത്തൊരു സമൂഹത്തിൽ അനധികാരികൾ ഇവയെ പ്രവർത്തിപ്പിക്കുമ്പോൾ അനർത്ഥത്തിനായിക്കൊണ്ട് തീരുന്നു. അതെ, ശാസ്ത്രബോധമില്ലാത്ത സമൂഹത്തിൽ ഒന്ന്. രണ്ട്, അനധികാരികൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇവ അനർത്ഥത്തിനായിക്കൊണ്ട് തീരുന്നു. അതാണ് കണ്ടുവരുന്നത്. അയ്യോ, ഇതിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന താന്തോന്നിത്തങ്ങൾ, ചൂഷണങ്ങൾ പറയാത്തതാ ഭേദം. സപ്താഹമെടുക്കാം. ഇന്ന് ഒരു ശാപമായി മാറിയിരിക്കുന്നു നാട്ടിൽ സപ്താഹങ്ങൾ, വിശേഷിച്ച് ഭാഗവത സപ്താഹങ്ങൾ. സംശയം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗവത സപ്താഹത്തിൻ്റെ നോട്ടീസ് നോക്കിയാൽ മതി. സന്യാസിമാർ നടത്തുന്ന സപ്താഹങ്ങളിൽ പോലും ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും. കംസവധം, ശത്രു നാശം. രുക്മിണി സ്വയംവരം, ഉദ്ദിഷ്ടകാര്യലാഭം, പ്രത്യേകിച്ച് വിവാഹ നടത്തിപ്പ്. ഇങ്ങനെ തീർത്തും സകാമമായിരിക്കുന്നൊരു തലത്തിലേക്ക് അധപ്പതിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് പറയുമ്പം പലർക്കും വിരോധം ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങോട്ട് വിരോധം തോന്നാനുള്ള അധികാരമുണ്ട്, നമുക്ക് അങ്ങോട്ട് യാതൊരു വിരോധവും ഇല്ല. കാരണം പറയുന്നത് സത്യം മാത്രമാണ്. ഈ സപ്താഹം ആരംഭിച്ചത്, പുരാണം പറയുന്നത് സത്യമെങ്കിൽ, നാരദ മഹർഷിയാണ്. നാരദ മഹർഷി സപ്താഹം ആരംഭിച്ചത് ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങളുടെ സമന്വിതമായ പോഷണത്തിന് വേണ്ടിയാണ്. ഭക്തിയുടെ രണ്ട് സന്താനങ്ങൾ, ജ്ഞാനവും വൈരാഗ്യവും. ഈ രണ്ട് സന്താനങ്ങളും ചെറുപ്പത്തിൽ തന്നെ വാർദ്ധക്യം പ്രാപിച്ചു, ജരബാധിച്ചു. ജരബാധിച്ച ജ്ഞാനവൈരാഗ്യങ്ങളെ സ്വരൂപസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു വഴിയും കണ്ടില്ല ഭക്തിക്ക്. ഭക്തി ആകെ വിഷമിച്ചു. ഇവർ എണീറ്റ് നടക്കണ്ടേ, കിടക്കുക, വീണ് കിടക്കുക. ഈ നാരദനാകട്ടെ അപാര കൃപാനിധിയാണ്. ഞാൻ നേരെയാക്കാമെന്ന് വാക്ക് കൊടുത്തുപോയി. പഠിച്ച പണി എല്ലാം നോക്കിയിട്ടും സാധിക്കണില്ല. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ വരും നേരെയാക്കാൻ വഴിയുള്ളത് എന്ന് അന്വേഷിച്ച് അവസാനം ഭാഗവതം സപ്താഹമായി ചെയ്താൽ എവർക്ക് വൃദ്ധി ഉണ്ടാവുമെന്ന് ഉപദേശം കിട്ടി. അങ്ങനെയാ സപ്താഹം ആരംഭിച്ചത്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സമന്വിതമായ പോഷണത്തിനാണ് ഭാഗവത സപ്താഹം. ഇന്ന് എത്ര പേരിത് പറയുന്നുണ്ട്? നമ്മളൊരു സപ്താഹാചാര്യനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മകളുടെ കല്യാണം രുക്മിണിയുടെ കല്യാണം നടന്നതുപോലെ നടത്താൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല സ്വാമി, അതിന് അവളുടെ കല്യാണം കഴിഞ്ഞു, എനിക്ക് ബേജാറില്ല. അയാളുടെ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഈ കൃഷ്ണൻ കംസനെ കൊന്നതുപോലെ നിങ്ങളുടെ മരുമോൻ വന്ന് നിങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. ചോദിക്കണേ, നമുക്കെന്താ കുഴപ്പം? എന്തിനാ ഇങ്ങനത്തെയൊക്കെ പറഞ്ഞുണ്ടാക്കണത്? കാലം കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ രുക്മിണി സ്വയംവരം എന്നും പറഞ്ഞിട്ട് താന്തോന്നിത്തം ചെയ്യുന്നു. എന്തിന് കല്യാണക്കത്ത് അടക്കാടിച്ചിട്ട് കൊടുക്കണവരുണ്ട്. സപ്താഹപ്പന്തലിൽ ഇത്രാം ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് വിവാഹം നടക്കുന്നു, നിങ്ങളെല്ലാവരും വന്ന് രുക്മിണി സ്വയംവരം സമംഗളമായി പര്യവസാനിപ്പിക്കാൻ ഇതിനാൽ താത്പര്യപ്പെടുന്നു. പ്രസൻസ് ഇൻ ബ്ലെസ്സിങ് ഓൺലി. അതെ, അവിടുന്ന് മുന്നോട്ട് പോയി. പേരൊന്നും പറയില്ല. കേരളത്തിൽ തന്നെയുള്ളൊരു സപ്താഹാചാര്യനാണ്. എല്ലാവരോടും പറഞ്ഞു, സപ്താഹം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഇന്ന് മുതൽ ദിവസവും വരുമ്പം കുറേ മണ്ണ് കൊണ്ടുവരണം. അങ്ങനെ ദിവസവും കൊണ്ടുവരും. അങ്ങനെ ഗോവർദ്ധനോദ്ധാരണം വായിക്കാനാകുമ്പോഴത്തേക്ക് അവിടെ എന്തായി? ഒരു മണ്ണിൻ്റെ ഒരു പാറ ഉണ്ടായി, മണ്ണിൻ്റെ ഒരു കൂന. ഇതിൻ്റെ ഗോവർദ്ധനോദ്ധാരണം വായിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പൂജ. എന്താ പൂജയ്ക്ക്? ആരെയാണ് പൂജിക്കേണ്ടത്? മൺകൂനയെ പൂജിക്കുകയാണ് ഗോവർദ്ധനം. എന്നിട്ട് മുറിച്ച് വെക്കുക, കഷ്ണം കഷ്ണാക്കിയിട്ട്. 30% തൻ്റെ പോക്കറ്റിലേക്ക്, 70% അമ്പല കമ്മിറ്റിക്ക്. ഏത് അമ്പല കമ്മിറ്റിക്ക് ഇഷ്ടമല്ലാണ്ടിരിക്കുക? നമ്മൾ ഇയാളോട് പറഞ്ഞു, താനൊരു കാര്യം ചെയ്യ്,
ചെറുവിരലിൽ ഇതൊന്ന് പൊക്കി പിടിക്കുക. 7 ദിവസമൊന്നും വേണ്ട, ഒറ്റ ദിവസം. ഒരു ദിവസം താൻ പൊക്കി പിടിക്കുക, ഒരു കഷ്ണം ഞാനും മേടിക്കാം, പൈസ തരും, ഉറപ്പ്. എവിടെ എത്തി നമ്മൾ? പിന്നെയും മുന്നോട്ട് പോയി. ഇനി പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്ന അറിയില്ല, പക്ഷെ ഒരു വാക്ക് തരുന്നു, നമ്മൾ സത്യം പറയാതിരിക്കാറുണ്ട്, സത്യം പറയാറില്ല, പക്ഷെ കള്ളം പറയാറില്ല. വാക്ക് തരുന്നു എങ്കിൽ കേട്ടോളൂ. ശ്രീകൃഷ്ണൻ പോയി, ശരീരം പോയി. ശരീരം പോയാൽ എന്താ? അത് മരണമാണ്. അതുകൊണ്ട് ഇനി സപ്താഹം മുന്നോട്ട് വായിക്കണമെങ്കിൽ നമുക്ക് പൊലകുളി നടത്തണം. എല്ലാവരും പോയി കുളിച്ചു വരാം. അവഭൃത സ്നാനമല്ല, കൃഷ്ണൻ മരിച്ചു, ഇനി പൊലകുളി വേണം, പൊലകുളി കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി വായിക്കാൻ. എവിടെ എത്തി നമ്മൾ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും ഇത്? ഇനി സപ്ത അഹ ആണ്. അഹ ശബ്ദത്തിന് പകലെന്നേ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഉദയത്തിന് 1 നാഴിക കഴിഞ്ഞിട്ട് അസ്തമയത്തിന് 1 നാഴിക മുമ്പ് സപ്താഹം തുടങ്ങുകയും നിർത്തുകയും വേണം. ഇന്ന് സപ്താഹം രാത്രി 11 മണി വരെയൊക്കെ നടത്തുന്നവരുണ്ട്. എന്നാൽ പിന്നെ അഹസ് എന്നുള്ള പേര് മാറ്റി സപ്താഹോരാത്രം എന്നാക്കിയാൽ ഒരു പ്രശ്നമില്ല, അതിനോട് യോജിപ്പാണ്. ഇതൊക്കെ എങ്ങോട്ടാണ് പോണത്? ഇങ്ങനെ ശാസ്ത്രവ്യഭിചാരം ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ പരിണാമം? മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോൾ സപ്താഹം തന്നെയാണ്. എത്ര പേര് നിഗമകൽപ്പതരോർഗളിതം ഫലം, അതും ശുഖമുഖാത് അമൃതദ്രവ സംയുതം എന്നുള്ളത് ഓർമ്മിക്കുന്നുണ്ട്. ചിന്തിക്കുക. ഭാഗവതത്തിൻ്റെ താത്പര്യനിർണയമായ ഏകാദശ സ്കന്ധം റോക്കറ്റ് പോണ പോലെയാണ് പോവുക. അതെ, അതിനു മുമ്പിലുള്ള ചെറിയ നിസാരങ്ങളായ കഥകളൊക്കെ മണിക്കൂറുകൾ ചമൽക്കാരപൂർവ്വം പറഞ്ഞ് കോരിത്തരിപ്പിച്ച ആൾക്കാർ ഇത് നല്ല റോക്കറ്റ് പോണ പോലെ പോകും. കഴിഞ്ഞു. ഇതെന്താ അത്? ചിന്തിക്കുക. ഒരല്പം വിവേകം ഉണ്ടാവുക. അതുകൊണ്ട് ഉത്കൃഷ്ടമായ വേദസാരമായ അത്യുത്തമ ഭക്തിശാസ്ത്രമായ അതേ സമയത്ത് പ്രൗഢ വേദാന്ത ഗ്രന്ഥമായ, അതും ചമൽക്കാരപൂർവ്വം അനേക കഥകളുടെ സഹായത്തോടുകൂടി വേദോപബൃഹണം ചെയ്യുന്ന ഈ ഉദാത്തമായൊരു ഗ്രന്ഥരത്നത്തെ ഇങ്ങനെ നശിപ്പിക്കുന്നത് കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. സമൂഹത്തിന് ബോധം ഉണ്ടാവുക. അപ്പം തെറ്റ് ചെയ്യണത് നമ്മൾ കൂട്ടുനിൽക്കില്ല. നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഒരാൾ തെറ്റ് ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ. ശാസ്ത്രബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അയാളെ എതിർത്തേണ്ട ആവശ്യമില്ല, നമുക്ക് എണീറ്റ് പോകാമല്ലോ. ഇപ്പം ഇവിടെ ചിദാനന്ദപുരി സ്വാമി വന്നു, ഭക്തിയോഗം എന്നുള്ളൊരു വിഷയം പറയാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് യാതൊരു നിലവാരവും ഇല്ലാത്ത, താൽക്കാലികമായി നിങ്ങളെ ചിരിപ്പിക്കുന്ന വില കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വാമി എതിർക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എണീറ്റ് പോകാമല്ലോ. അങ്ങനെ 10 സ്ഥലത്ത് എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിഡിത്തം പറയുമോ? ഞാനൊന്ന് തിരിഞ്ഞാലോചിക്കില്ലേ? നേരെ ചില കേട്ട് തലയും കുലുക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് നല്ലതാണെന്ന്. ഇതാ സംഭവിക്കുന്നത്. ഇതിനൊരു പരീക്ഷയില്ല, ആർക്കും ആവാന്ന. ഒരു നേരമ്പോക്ക് പറഞ്ഞുതരാം. നേരമ്പോക്കല്ല, വളരെ അർത്ഥവത്തായൊരു സംഭവമാണ്. പൂജ്യ കാശികാനന്ദഗിരി സ്വാമികൾ ഒരു ചികിത്സയുമായൊക്കെ ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് 2 വർഷങ്ങൾക്ക് മുമ്പ്, 2 3 4 വർഷമായിട്ടുണ്ടോ, വർഷമൊന്നും ഓർമ്മയില്ല, എന്തായാലും വന്ന സമയത്ത് അങ്ങനെ സ്വാമിജി വന്നു എന്ന് കേട്ടപ്പോൾ നമ്മൾ കാണാൻ പോയി. അതേ സന്ദർഭത്തിലാണ് ചിന്മയ മിഷനിലെ അശേഷാനന്ദ സരസ്വതി സ്വാമികളും വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഒന്നിച്ചാണ് സന്ദർഭവശാൽ എത്തിയത്. വളരെ സന്തോഷമായി. ഞങ്ങൾ ഒന്നിച്ചങ്ങനെ സ്വാമിജിയായിട്ട് സംസാരിച്ചിരിക്കുക. അപ്പോൾ പലതും സംസാരിച്ചപ്പോൾ സ്വാമിജി വളരെ ഗൗരവത്തോടു കൂടി ചോദിച്ചു, കേരളത്തിൽ ഏറ്റവും വലിയ വിദ്വാൻ ആരായിരിക്കും എന്ന് ചോദിച്ചു. ഇതന്നെയാണ് ചോദ്യം. കേരളത്തിൽ ഏറ്റവും വലിയ വിദ്വാൻ ആരായിരിക്കും? അപ്പോൾ മഹാത്മാക്കൾ ചോദിച്ചാൽ നമ്മൾ
മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. നമ്മളൊരു മഹാത്മാവിൻ്റെ അടുത്തേക്ക് ഇരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇരുന്നോളണം. അപ്പോൾ ബഹുമാനം കാണിച്ച് നിൽക്കാൻ പാടില്ല, അത് നിന്ദിക്കലാണ്. നിൽക്കൂ പറഞ്ഞാൽ അപ്പോൾ നിന്നോളണം, ഇരിക്കാൻ പാടില്ല, അതൊക്കെ സമ്പ്രദായമാണ്. ചോദിച്ചാൽ മറുപടി പറഞ്ഞോളണം. എന്താ ഭഗവാനെ പറയുക? ഒരു ഉപായം കണ്ടു, ഞങ്ങൾ രണ്ടാളും മുഖത്തോട് മുഖം നോക്കി. പെട്ടെന്ന് നമുക്കൊരു ഉപായം തോന്നി. ഏത് മേഖലയിലാണ് സ്വാമിജി എന്ന് ചോദിച്ചു. വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഏത് ന്യായത്തിൽ. നമ്മൾ മറുപടി പറഞ്ഞു, അറിയില്ല സ്വാമിജി, തോന്നുന്നു ചിലപ്പോൾ പ്രൊഫസർ ഡോക്ടർ വാസുദേവൻ പോറ്റിയാവാൻ സാധ്യത ഉണ്ട്. നമ്മളെ മറുപടിയാണ്, അറിയില്ല. ആരാ ന്യായത്തിൽ വിദ്വാൻ നമുക്കറിയില്ല, പ്രൊഫസർ വാസുദേവൻ പോറ്റിയാവാൻ സാധ്യത ഉണ്ട്. ഉടനെ ചോദ്യം വന്നു, വേദാന്തത്തിലോ ഒന്ന്. ഞങ്ങൾക്ക് ഒരു മറുപടിയില്ല. ഞാൻ ഉടനെ പറഞ്ഞു, വേദാന്തത്തിൽ ഞാനാ, എൻ്റെ ഭാഷയിൽ. സ്വാമിജിയാ, സ്വാമിയുടെ ഭാഷയിൽ. അതുപോലെ ഞങ്ങൾ ആയിരക്കണക്കിന് പേരുണ്ട്. ഓരോരുത്തരും വിചാരിക്കണത് ഞാനാണ് ഏറ്റവും വലിയ വിദ്വാൻ എന്നാണ്. സ്വാമിജി പൊട്ടിച്ചിരിച്ച് ചോദിച്ചു, കൈസ ഹോ സക്തായ, ഇതെങ്ങനെ സാധിക്കും? പരീക്ഷ നയ്യേ, ഒറ്റ കാരണമേ ഉള്ളൂ, പരീക്ഷയില്ല. ആരാ ഞങ്ങളെ പരീക്ഷിക്കണ്ട ആരെങ്കിലും? ഞാൻ മൈക്ക് കിട്ടുന്നു, നിങ്ങളെപ്പോലെ കുറേ പേര് മുമ്പിൽ കേട്ടിരിക്കുന്നു, ഞാൻ പഠിച്ച വേദാന്തമൊക്കെ വിളമ്പുന്നു, ഞാൻ വിചാരിക്കുന്നു ഓരോ പരിപാടി കഴിയുമ്പോൾ എനിക്ക് ദക്ഷിണ കിട്ടുന്നു, കുറേ പേര് പറയുന്നു, അപ്പോഴത്തേക്ക് പുരസ്കാരങ്ങൾ വരുന്നു. അറിയില്ലേ വേദാന്തരത്നം അല്ലെങ്കിൽ പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരിയാണ്? ഒന്നും അറിയില്ല, അതൊക്കെ അറിയേണ്ടതാണ്. പണ്ഡിതരത്നമാണ്. അങ്ങനെ 10 പുരസ്കാരമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കയറി, ഞാനാണ് ഏറ്റവും വലിയ വിദ്വാൻ. ഇങ്ങനെ ഓരോരുത്തരും കണക്കാക്കിയിരിക്കുക. പരീക്ഷയില്ല, പരീക്ഷ വന്നാലേ അറിയുള്ളൂ വിദ്വാനാണല്ലോ എന്ന്. വിദ്വാൻ്റെ ലക്ഷണം ഒരിടത്തും പ്രസംഗം പറഞ്ഞിട്ടില്ല, ഒരിടത്തും ക്ലാസ് എടുക്കുന്നതാണ് വിദ്വാൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടില്ല, ഒരിടത്തും പുസ്തകം എഴുതുന്ന വിദ്വാൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടില്ല. വിദ്വാൻ്റെ ലക്ഷണം ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കുതശ്ചന. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കദാചന. വിദ്വാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. വിദ്വാൻ ഒന്നിൽ നിന്നും ഭയപ്പെടുന്നില്ല. ഭയരാഹിത്യമാണ് വിദ്വൻ ലക്ഷണം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതൊക്കെ അനർത്ഥമായി നീങ്ങുന്നത് പരീക്ഷയില്ലാത്തതുകൊണ്ട് ആണ്, സംശയമില്ല. ഇനി ഇതിനേക്കാൾ അപ്പുറത്താണ് രുദ്രവും അതിരുദ്രവും മഹാരുദ്രവും വിളക്ക് പൂജയും ഒക്കെ. ഇതൊക്കെ ഉത്കൃഷ്ടമാണ്, ഇതൊക്കെ അത്യാവശ്യമാണ്. സമാജത്തിൽ ചിത്തശുദ്ധിയും ഏകാഗ്രതയും ഒരു ഭക്തിരസവും ഐക്യവും ഒക്കെ വളർത്തുന്നതിന് ഇത്തരം നിർബന്ധമാണ്. പക്ഷേ ഇതൊക്കെ ശാസ്ത്രബോധമില്ലാത്ത സമൂഹത്തിൽ 1, അനധികാരികൾ 2 പ്രവർത്തിപ്പിക്കുമ്പോൾ അനർത്ഥത്തിനായിക്കൊണ്ട് തീരുന്നു. അതുകൊണ്ട് എന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ ഒരു പരിഹാരമേ ഉള്ളൂ, നമുക്ക് സ്വയം ശാസ്ത്രബോധം ഉണ്ടാവുക. അതുകൊണ്ട് വേദത്തിൽ ഋഷി പറഞ്ഞതൊന്ന് കേൾക്കുക. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. സ്വാധ്യായം, പ്രവചനം എന്നിവയിൽ നിന്നൊരിക്കലും പ്രമാദം ചെയ്യരുത്. സ്വാധ്യായോ അധ്യേതവ്യ. സ്വാധ്യായം ആവർത്തിച്ച് ചെയ്യേണ്ടതാകുന്നു. സ്വാധ്യായ പ്രവചനേ ഏവ തപ. സ്വാധ്യായ പ്രവചനങ്ങൾ തന്നെയാണ് തപസ് എന്ന് പറഞ്ഞിട്ട് മതിയാവാതെ ഉപനിഷത്ത് പറയുന്നുണ്ട്, തദ്ധി തപ തദ്ധി തപ. അത് തന്നെയാണ് തപസ്, അത് തന്നെയാണ് തപസ്. ഏത്? സ്വാധ്യായ പ്രവചനങ്ങൾ. ഈ തപസ് നമ്മളൊക്കെ ചെയ്താൽ ഒരു വലയിലും നമ്മൾ കുടുങ്ങില്ല. എല്ലാവരുടെ മുമ്പിലും സന്തോഷമായിട്ടിരിക്കുക, ഒന്നിലും കുടുങ്ങില്ല, ഉറപ്പ്. അല്ലെങ്കിൽ നമ്മൾ പലതിലും കുടുങ്ങിപ്പോവും. എന്തിലൊക്കെ എന്നൊന്നും പറയുന്നില്ല, പലതിലും പലതിലും പലതിലും. അത്ര മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും പറയണില്ല. അങ്ങനെയാ ലോകത്തിൻ്റെ പോക്ക്. ഗോദാവരി തീരത്ത് രാമകുണ്ടത്തിൽ ധാരാളം പേര് ഈ
ഈ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വരും നാസിക്കിൽ, പഞ്ചവടി. അപ്പോൾ അവിടെ സന്യാസത്തിനൊക്കെ മുമ്പ് നമ്മൾ തെണ്ടി നടക്കണ കാലത്താണ്. അവിടെ ഒരു വിദ്വാൻ്റെ അടുത്ത് എപ്പോഴും തിരക്ക് കൂടുതലാണ്, ബാക്കിയുള്ളവർക്ക് തിരക്ക് വളരെ കുറവാണ്. ഇയാളുടെ അടുത്ത് എപ്പോഴും ആളായിരിക്കും. അപ്പോൾ എന്താ അപ്പോൾ ഇതിൻ്റെ രഹസ്യം? ഏതായാലും ഇയാളായിട്ട് നമ്മൾ കൂട്ടായി, ചങ്ങാത്തായി. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, ഈ ഒരു ജനങ്ങൾ പിതൃകർമ്മം ചെയ്യാൻ വേണ്ടി വരുമ്പം പാത്രത്തിൽ, കലശത്തിൽ അസ്ഥി ശേഷിപ്പൊക്കെ ഉണ്ടാവും, സഞ്ചയനം ചെയ്തിട്ടുള്ള അസ്ഥിയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇദ്ദേഹം എന്താ ചെയ്യുക വെച്ചാൽ, വിശിഷ്ടമായിട്ടൊരു ഒരു പത്മം പോലെയൊക്കെ വരച്ചിട്ട് അതിൽ പുഷ്പങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡാൽഡയുടെ വനസ്പതി, ഡാൽഡയുടെ ഒരു വട്ടത്തിലുള്ളൊരു ടിന്നുണ്ട്. ഇപ്പോൾ അതുണ്ടോയെന്നറിയില്ല, പണ്ടുണ്ടായിരുന്നു. വനസ്പതി ഡാൽഡയുടെ ഒരു വട്ടത്തിലുള്ള ടിന്ന്. അതിലേക്ക് ഇയാൾ ഇതൊക്കെ ഇടും, ഈ അസ്ഥിയൊക്കെ. എന്നിട്ട് മറ്റത് മാറ്റി അവരോട് വെള്ളം തെളിച്ചിട്ട് കളയാൻ പറയും. ഏത്? ഈ പാത്രം, അവർ കൊണ്ടുവന്ന മൺപാത്രം വെള്ളം തെളിച്ചിട്ട് കളയണം പ്രത്യേകം. വെറുതെ കളഞ്ഞാൽ പറ്റില്ല, വെള്ളം തെളിച്ച് കളയണം. അത് നദീജലം തെളിച്ച് കളയണം. അങ്ങനെ നദീജലം തെളിച്ച് ഇവർ കളയും. അപ്പോൾ നദീജലം തെളിച്ച് കളയാൻ എല്ലാവരും പോവുകയും വേണം. ഈ സമയം കൊണ്ട് ഇയാൾ ഇതൊരു പ്രത്യേക തരത്തിൽ ഞെക്കി ഇങ്ങനെ വയ്ക്കും, അമർത്തി വയ്ക്കും ഈ പാത്രം. ശരി, ഏത് കഴിഞ്ഞ് ഇയാൾ മന്ത്രങ്ങൾ ചൊല്ലി കർമ്മങ്ങൾ തുടങ്ങും. അപ്പോഴത്തെ ഇവരൊക്കെ വന്ന് ഭക്തിപൂർവ്വം ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇയാൾ പറയും, നിങ്ങളുടെ ശ്രദ്ധാപൂർണമായ പ്രാർത്ഥന വേണം. ഈ ജീവൻ ഉദ്ഗതി ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ അടപ്പ് താനേ തുറക്കും. ഉദ്ഗതി ഉണ്ടാവണില്ല വെച്ചാൽ തുറക്കില്ല. അങ്ങനെ തുറന്നിട്ടില്ല വെച്ചാൽ വീണ്ടും നമുക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും സങ്കല്പം ചെയ്യണം. അങ്ങനെ ഇയാൾ മന്ത്രം ചൊല്ലി 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 ഒരു പ്രത്യേക സമയത്തെത്തും അങ്ങനെ ഇതിനോട് ഒറ്റ തൊടൽ തൊടും. അത് ഇവരുടെ ശ്രദ്ധയപ്പെടില്ല. ഇത് തൊടുമ്പോൾ ഇതിങ്ങനെ ഞെക്കി വെച്ചിരിക്കുകയാണല്ലോ, ടപ്പ് നട്ട് നടാവും. അപ്പോൾ ഉടനെ അതിൻ്റെ പ്രഷർ കൊണ്ട് അടപ്പങ്ങോട്ട് തുറക്കും. ഉദ്ഗതിയായി. അവരെടുത്തുള്ള മുഴുവൻ കാശും. എന്തൊക്കെ വിദ്യയുണ്ട്, എന്തൊക്കെ വിദ്യയുണ്ട്. പേര് പറയില്ല. ഒരിക്കൽ ഞങ്ങൾ 2-3 സ്വാമിമാർ, സന്യാസിമാർ ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ വളരെ പ്രസിദ്ധനായൊരു സ്വാമിയാരാണ്, പേര് പറയില്ല, ചോദിക്കുകയും ചെയ്യണ്ട. ഇദ്ദേഹം പരിപാടിക്ക് പോണതിന് മുമ്പ് കുറച്ച് സിന്ദൂരം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തിരുമ്മും കുറേ നേരം. എത്ര നേരം തിരുമ്മുകയെന്നറിയോ? ഇതെന്താ പ്രയോഗം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് മുഖത്തൊരു തിരുമ്മല. ഇതെന്താ ഒന്നും മനസ്സിലായി. അല്ല സ്വാമിജി, ഇതെന്തിനാ? സ്വാമി നല്ല തേജസ് തോന്നും, അതിന് വേണ്ടിയിട്ടാ. നല്ല തേജസ് തോന്നും. ആർക്ക്? ഈ പ്രഭാഷണം കേൾക്കുന്ന ജനങ്ങൾക്കേ. അവിടെ നിങ്ങോട്ട് നോക്കുമ്പോൾ നല്ല തേജസ് തോന്നും, അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. മനസ്സിലായില്ല? ഒരു പ്രത്യേക തിരുമ്മി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതിൻ്റെ പ്രയോഗം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ഒന്ന് പ്രയോഗിച്ച് നോക്കിയാലോ എന്നൊരു ആലോചന ഉണ്ട്. ഇതൊരു 10 മിനിറ്റ് തിരുമ്മി കഴിഞ്ഞിട്ടാണ് മുഖത്തൊരു തിരുമ്മൽ കഴിഞ്ഞു. ഒന്നൊരു ചുവപ്പ് കളറേ കാണില്ല, ഒന്നും കാണില്ല, സിന്ദൂരത്തിൻ്റെ കളറേ കാണില്ല. ആ തിരുമ്മലിൻ്റെ എന്തോ ഒരു വിശേഷമാണ്. അതിനാണ് അദ്ദേഹം സംശയ നിവൃത്തി വരുത്തിയ. സ്വാമി നല്ല തേജസ് തോന്നിക്കോളും കാണുന്നവർക്ക്. ബ്രഹ്മവർച്ചസി ഭൂയാസം എന്ന് സങ്കല്പിച്ച ഋഷി ഈ പ്രയോഗം വല്ലതും ആലോചിച്ചോ? അതുകൊണ്ട് പറയട്ടെ, നമുക്ക് ശാസ്ത്രബോധമില്ലെങ്കിൽ നമ്മൾ പലതിലും പെടും, സംശയമില്ല. അതുകൊണ്ട് വേറെ ആരെയും കുറ്റം പറയരുത്. ഈ പറഞ്ഞ ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല, ഒട്ട് പറയുകയില്ല. അവർക്ക് ജീവിക്കാനുള്ള സാമർഥ്യം ഉള്ളതിനെ നമ്മൾ ബഹുമാനിക്കുന്നു, അവരെ നമസ്കരിക്കുന്നു. കാരണം ശ്രീരുദ്രൻ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്തേനാനാം പതയേ നമ, ചോരാണാം പതയേ നമ, തസ്കരാണാം പതയേ നമ. എല്ലാവരിലും കുടികൊള്ളുന്നത് പരമേശ്വരനേകനാണ്. ആരെയും നിന്ദിക്കരുത്. പക്ഷേ നമ്മൾ ആരാലും വഞ്ചിക്കപ്പെടരുത്. ഒറ്റ വഴിയുള്ളൂ, ശാസ്ത്രം ശാസ്ത്രം ശാസ്ത്രം.